അപ്പോൾ എൻകൗണ്ടറിനകത്ത് മറിയയുടെ മേൽ എൻകൗണ്ടർ സംഭവിക്കുമ്പോൾ തൻ്റെ കോളിങ്ങിനെ റിവീൽ ചെയ്യുക. ആമേൻ പറഞ്ഞാട്ടെ. അവിടെ റിവീൽ ചെയ്യുമ്പോൾ ഒന്നാമത്തെ വേർഡ്, നീ ഗർഭം ധരിച്ചൊരു മകനെ, അതിന് കാരണം നിനക്ക് ദൈവത്തിൻ്റെ കൃപ. അപ്പം നമ്മുടെ മേൽ ഒരു കോളിംഗ് വീണാൽ, നമ്മുടെ മേൽ ദൈവത്തിൻ്റെ ഒരു ഉദ്ദേശം വീണാൽ, അത് നമ്മുടെ കഴിവ് കൊണ്ട് കിട്ടുന്നതല്ല. ആമേൻ പറ. അത് ദൈവത്തിൻ്റെ കൃപയാൽ നമുക്ക് കിട്ടുന്നതാണ്. ഇത് പലരും ഈ കോളിംഗ് വിട്ടിട്ട് ഓടുക. എന്താ കോളിംഗ്? എനിക്കറിഞ്ഞുകൂടാ. എന്നാൽ 100 പ്രവാചകന്മാരിൽ കൂടെ ഇത് വീണ്ടും വീണ്ടും കേൾക്കും, എന്നിട്ടും അറിയത്തില്ല ഇതെന്താ കോളിംഗ് എന്നുള്ളത്. ആമേൻ, ആമേൻ. നിങ്ങളുടെ മേൽ ദൈവം ഒരു കോളിംഗ്, ദൈവത്തിൻ്റെ ഒരു ഉദ്ദേശം ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ ഗ്രേസ്, ദൈവത്തിൻ്റെ കൃപയാൽ. അവിടെ പറയുന്ന വേർഡ് ഗ്രേസ് എന്നല്ല, ഹൈലി ഫേവറാണ്. ആമേൻ. നിങ്ങളുടെ മേൽ ഒരു കോളിംഗ് വീണോ, അത് സാധാരണ ഒരു ഫേവർ അല്ല, ഹൈലി ഫേവർ. ഈ ഫേവർ നിന്റെ മേൽ വീണിട്ടുണ്ട്, നമ്മുടെ മേൽ വീണിട്ടുണ്ട്, നിങ്ങളുടെ മേൽ വീണിട്ടുണ്ട്. ആമേൻ. അപ്പൊ കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. നീ ഗർഭം ധരിച്ചൊരു മകനെ, അവൻ യേശു എന്ന പേർ, അവൻ വലിയവനാകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം അവന് കൊടുക്കും. അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞു. തൻ്റെ മേലുള്ള കോളിംഗ് എന്താ? ഒന്ന് പറഞ്ഞേ. മറിയയുടെ മേലുള്ള കോളിംഗ് എന്താ? 2 കാര്യം. ഒന്ന്, ഒരു ജനറേഷനെ വഹിക്കണം. ഒരു ജനറേഷനെ നീ വഹിക്കണം. ആ ജനറേഷൻ പുറത്തു വന്നാൽ അവൻ്റെ മേൽ നീ ഈ പേരിടണം. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? ഒരു ജനറേഷനെ നീ വഹിക്കണം. ആ ജനറേഷൻ പുറത്തു വന്നാൽ അവൻ്റെ മേൽ ചിലത് റിലീസ് ചെയ്യണം. ഇന്ന് നിന്റെ മേൽ അസാധാരണമായ കൃപ വീഴുകയാണ്. നീ ഒരു ജനറേഷനെ ക്യാരി ചെയ്യുന്ന ഒരു ക്യാരിയറായി മാറാൻ പോവുകയാണ്. ജനറേഷനെ വഹിക്കണം. ജനറേഷനെ എന്തോ ഒരു ഉദ്ദേശം നിങ്ങളുടെ മേൽ വീഴുകയാണ്. ഇത് ഫിസിക്കലായ ഒരു ജനറേഷനെ വഹിക്കുന്ന കാര്യമല്ല നിങ്ങളോട് പറയുന്നത്. ഇവിടെ ഫിസിക്കലാ, പക്ഷെ നമ്മളോട് പറയുന്ന ഫിസിക്കൽ അല്ല, ഒരു സ്പിരിച്വൽ ജനറേഷനെ വഹിക്കാനുള്ള ഒരു നിയോഗം. ഒരു സ്പിരിച്വൽ ജനറേഷനെ വഹിക്കാനുള്ള ഒരു ആത്മീക നിയോഗം നിന്റെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവ് കൈമാറ്റം ചെയ്യുകയാണ്. അവിടെ പറയുന്നു ഒരു ജനറേഷൻ നീ വഹിക്കണം. അവൻ പുറത്തു വരുമ്പോൾ നീ അവന് യേശു എന്ന് ഇത്രയും നീ ചെയ്താൽ മതി. ഇനി നിന്നിൽ നിന്ന് പുറത്തു വരുന്ന ജനറേഷൻ എന്താകുമെന്നുള്ള കാര്യമാണ് പറയുന്നത്. അത്യുന്നതന്റെ പുത്രൻ എന്ന്, അവൻ വലിയവനാകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവൻ്റെ പിതാവായ ദാവീദിന് സിംഹാസനം അവന് കൊടുക്കും. അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. അവൻ്റെ രാജ്യത്തിന് അവസാനം എന്ന് പറഞ്ഞാൽ, മറിയെ നിന്റെ ഉള്ളിൽ നിന്ന് പുറത്തു വരുന്നത് സാധാരണ ആളല്ല. ആമേൻ പറ. നിങ്ങളോട് ഞാൻ ആത്മാവിൽ പ്രവചിക്കുക, നിന്റെ ഉള്ളിൽ നിന്ന് പുറത്തു വരുന്ന ഒരു ജനറേഷൻ അത് സാധാരണക്കാരല്ല. ഈ സീസണിൽ നിന്റെ മേൽ നിന്ന് നിന്നിൽ നിന്ന് പുറത്തു വരുന്ന ആത്മീക സന്താനങ്ങൾ, ആത്മീക പുത്രന്മാർ, ആത്മീക പുത്രിമാർ അത് സാധാരണക്കാരല്ല. അവരെ നോക്കി പറയുകയാണ്, അവൻ വലിയവനാകും, അത്യുന്നതന്റെ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ റിവീൽ ചെയ്യുന്നത്, മറിയെ നിന്റെ ഉള്ളിൽ നിന്ന് പുറത്തു വരുന്ന തലമുറയുണ്ടല്ലോ, അതൊരു രാജാവാണ് എന്ന് പറഞ്ഞാൽ ഒരു വാഴുന്ന ഒരു ജനറേഷൻ പുറത്തു വരിക.
ആമേൻ. എന്തോ വീണ്ടും നമ്മുടെ ഈ വർഷത്തിൻ്റെ ആ സ്പിരിച്വൽ നമുക്ക് വേണ്ടി ഡിക്ലെയർ ചെയ്യപ്പെട്ട ആ പ്രൊഫസിയിലേക്ക് നമ്മൾ വീണ്ടും കണക്റ്റ് ആവുകയാണ്. വാഴുന്ന ഒരു തലമുറ, സമൃദ്ധിയിൽ വാഴുന്ന ഒരു തലമുറ, സമൃദ്ധിയിൽ വാഴുന്ന ഒരു തലമുറ. ഓ, അവൻ വലിയവനാകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവൻ കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. അവന്റെ രാജ്യത്തിന് അവസാനം. ആമേൻ. ഈ ഒരു ഭാഗം ഒന്ന് ശ്രദ്ധിച്ച് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇതിന്റെ സെക്കൻഡ് പാർട്ട് വളരെ ഡിഫറെന്റ് ആയിട്ടൊരു സംഭവമാണ്. അത് നെക്സ്റ്റ് വീക്ക് ഇതിനെ തുറക്കും. നിങ്ങൾ ആരും ഇത് മിസ് ചെയ്യരുത്. ആമേൻ പറ. കാരണം അതാണ് ഇതിൻ്റെ മെയിൻ പോർഷൻ. ആമേൻ. അപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ മറിയയോട് പറയുക, നിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന തലമുറ രാജാവായിരിക്കും. പക്ഷേ ഈ ഒരു കാര്യം മറിയയോട് പറയുമ്പോൾ മറിയയ്ക്ക് ആക്ച്വലി ഒന്നും മനസ്സിലായിട്ടില്ല. ഒന്ന് ആമേൻ പറയാമോ? മറിയയ്ക്കൊന്നും അതായത് ദൈവം നിങ്ങളുടെ മേൽ എന്തെങ്കിലുമൊക്കെ ഒരു വിളി ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാകത്തില്ല. നമ്മൾ പറയും നമുക്കെന്തോ മനസ്സിലായെന്ന്, ഒന്നും മനസ്സിലായിട്ടില്ല. പക്ഷെ എനിക്ക് മനസ്സിലായി എൻ്റെ വിളി എന്താണെന്ന് എനിക്ക് ഒന്നും ആയിട്ടില്ല. ആമേൻ. ആമേൻ പറ. ദൈവത്തിന്റെ കോളിംഗ് ഒരുവന്റെ മേൽ ഇട്ട് കഴിഞ്ഞാൽ അത് ഒരു മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് പിടിക്കാൻ പറ്റുന്ന കാര്യമല്ല. പക്ഷെ എൻ്റെ വിളി അറിയാം, ഇതാ എൻ്റെ വിളി അല്ലെന്നേ. നീ അതിൻ്റെ ഒരു അംശം പ്രാപിച്ചിട്ടായിരിക്കുന്നേ. ഹല്ലേലൂയ. ആമേൻ. ഞാൻ എന്തുകൊണ്ട് അത് പറഞ്ഞെന്നറിയാമോ? ഇവിടെ മറിയയ്ക്ക് ഒന്നും മനസ്സിലായില്ല. മറിയയ്ക്ക് തൻ്റെ ഉള്ളിൽ നിന്ന് ജനിക്കുന്ന തലമുറ അത് വരുവാനിരിക്കുന്ന മശിഹയാണ് എന്ന് മറിയയ്ക്ക് അറിയാമെന്നുള്ളവരൊന്ന് കൈപൊക്കിക്കേ. മറിയയ്ക്ക് മനസ്സിലായി ഇത് തൻ്റെ ഉള്ളിൽ നിന്ന് ജനിക്കുന്ന തലമുറ വരുവാനിരിക്കുന്ന മശിഹയാണെന്ന് മറിയയ്ക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് പറയുന്നവർ മാത്രം ഒന്ന് കൈപൊക്കിക്കേ. ഇനി മനസ്സിലായിട്ടില്ല എന്ന് പറയുന്നവരൊന്ന് കൈപൊക്കിക്കേ. എന്നാ നിങ്ങളോടൊരു ചോദ്യം, എന്തുകൊണ്ട് മനസ്സിലായില്ല? വേഗത്തിൽ വചനം എടുത്തേ. ആ വചനത്തിൻ്റെ തന്നെ നിങ്ങൾ 46 മുതൽ ചെന്നിട്ട് വായിക്കണം, 55 വരെ വായിക്കണം. 1:46 മുതൽ 55 വരെ നിങ്ങൾ പോയി പിന്നെ വായിച്ചാൽ മതി. അവിടെ കാണുന്ന കാര്യം, മറിയ അവിടെ പ്രവചിക്കുകയാണ്. മറിയ അവിടെ തൻ്റെ ഉള്ളത്തിൽ സന്തോഷിച്ചിട്ട് പറയുക, കർത്താവേ, തൻ്റെ ദാസിയുടെ താഴ്ച കടാക്ഷിച്ചിരിക്കുന്നുവല്ലോ, അതുകൊണ്ട് ഇന്നു മുതൽ ഞാൻ എല്ലാ തലമുറകളും ഭാഗ്യവതി എന്ന് വിളിക്കപ്പെടുമല്ലോ. ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നല്ലോ, തൻ്റെ ഭുജം കൊണ്ട് അവൻ ബലം പ്രവർത്തിച്ചല്ലോ പ്രഭുക്കന്മാരെ എന്ന് പറഞ്ഞാൽ തൻ്റെ മേൽ ലൈഫിൽ നടന്ന ഒരു ഉയർച്ചയെക്കുറിച്ച് സംസാരിക്കുക. അതെന്താണെന്ന് ഞാൻ നിങ്ങളോട് പറയാം. സംസാരിക്കുക. അവിടെ യഥാർത്ഥത്തിൽ മറിയ എന്തു പറയുന്നില്ല? തന്നെ നിന്ന് കർത്താവെ നീ എങ്കിലും, നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയത്തില്ലേ, നിങ്ങളാണ് മറിയ എന്ന് വിചാരിക്കട്ടെ, നിങ്ങൾക്ക് മനസ്സിലായി എൻ്റെ ഉള്ളിൽ നിന്ന് മഷികായ പുറത്തു വരുന്നതെന്ന് മനസ്സിലായാൽ നിങ്ങൾ എന്ത് പറയും? കർത്താവെ എങ്കിലും എൻ്റെ ഉള്ളിൽ നിന്ന് മഷിക പുറത്തു വരുന്നല്ലോ എന്ന് പറയത്തില്ലേ? ഇത്രയും പറഞ്ഞ ആൾക്ക് ബാക്കിയും കൂടെ പറഞ്ഞുകൂടെ? പറയാം, പറഞ്ഞിട്ടില്ല. ഒന്ന്. ഇനി നിങ്ങൾ അടുത്ത വചനം ഒന്ന് എടുത്ത് 2-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു, മറിയ ഈ വാർത്തയൊക്കെയും ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചു കൊണ്ടിരുന്നു. എന്ന് പറഞ്ഞാൽ ഇടയന്മാർ വന്നിട്ട് പറഞ്ഞു, അവർക്ക് ലഭിച്ച എൻകൗണ്ടറിനെ കുറിച്ച് പറയുന്നു, അവിടെ സംഭവിച്ച കാര്യം, അവിടെ പറയപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഇടയന്മാർ വന്ന് മറിയയുടെ അടുക്കൽ പറയുമ്പോൾ മറിയ ഇതിനെയൊക്കെ ഹൃദയത്തിൽ സംഗ്രഹിക്കുക. ഇനി അടുത്ത വചനം 2-ാം അധ്യായം അതിൻ്റെ 32 വായിച്ചേ. ഇങ്ങനെ പറഞ്ഞതിൽ അവൻ്റെ അപ്പനും അമ്മയും, അതായത് അതിൻ്റെ മുൻപിൽ പറയുന്ന കാര്യം, മറിയയുടെ കയ്യിലിരിക്കുന്ന തലമുറ മശിഹായാണെന്ന് ആര് വെളിപ്പെടുത്തുക? പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട ഒരു മനുഷ്യൻ വെളിപ്പെടുത്തുക. ആമേൻ പറഞ്ഞാട്ടെ. ആമേൻ. അപ്പൊ ഇത് കേട്ടപ്പോ ഉടനെ അങ്ങ് ആശ്ചര്യപ്പെടുക, മാർവലസ് ആയി. അയ്യോ, ഇത് ഈ തലമുറ അങ്ങനെയാണോ? ഈ ആശ്ചര്യപ്പെടുക എന്ന് പറയുന്നത് സന്തോഷിക്കാൻ ഡിഫറെന്റ് കാര്യം അല്ലേ? ഇപ്പൊ ഒരു കാര്യം ഇപ്പം
ഇത്രയും 10 ലക്ഷം രൂപ നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത്. ഒരു സൂക്കേസിനകത്ത് 10 ലക്ഷം രൂപ ഇരിക്കുക. പക്ഷെ നമ്മളിതൊന്നും അറിയുന്നില്ല. അപ്പോൾ ഒരാൾ വന്നിട്ട് നമ്മളോട് പറയാ 10 ലക്ഷം രൂപയാണ് നിന്റെ കയ്യിൽ ഇരിക്കുന്നത് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അതിനെ ആശ്ചര്യപ്പെടുക എന്ന് പറഞ്ഞാൽ. മറ്റേതെന്ന് പറഞ്ഞാൽ 10 ലക്ഷം രൂപ എൻ്റെ കയ്യിൽ ഇരിക്കുന്നുണ്ട്, ആ സന്തോഷത്തിൽ പോകുന്നതാണ്. പിടികിട്ടുന്നുണ്ടോ? സന്തോഷം. ആശ്ചര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അതുവരെ അറിഞ്ഞില്ല, പക്ഷെ അറിയാത്ത ഒരു കാര്യം അപ്പോൾ അറിഞ്ഞപ്പോ സർപ്രൈസ്ഡ് ആയി, മാർവലസ് ആയി. വീണ്ടും അതിന്റെ 51-ാമത്തെ വാക്യങ്ങൾ, ഈ മുകളിലുള്ള ഭാഗങ്ങളൊക്കെ നിങ്ങൾ വായിച്ചോണം. ഞാൻ ആ സമയം എടുക്കാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ പോകുന്നത്. നസ്രയത്തിൽ വന്നവർക്ക് കീഴടങ്ങിയിരുന്നു. ഈ കാര്യങ്ങളെല്ലാം അവന്റെ അമ്മ ഹൃദയത്തിൽ എന്ന് പറഞ്ഞാൽ ഓരോ ഈ ദൂതന്റെ എൻകൗണ്ടറിനകത്ത് ചില ഹിന്റുകൾ വെളിപ്പെടുത്തി കൊടുത്തിരുന്നു. ആർക്കാ? മറിയയ്ക്ക്. പക്ഷെ മറിയയുടെ കൊച്ചു പ്രായമാണ്. അവൻ പറ, മറിയ നല്ല പക്വത എത്തിയ ഒരു പ്രായമല്ല. മറിയ ഒരു കൊച്ചു പ്രായത്തിലാണ് നിൽക്കുന്നത്. ആ പ്രായത്തിൽ നിൽക്കുമ്പോൾ ഈ ഒരു കാര്യം വീണപ്പോൾ ഇദ്ദേഹക്കൊന്നും ഒന്നും പിടികിട്ടിയില്ല. അത് ഞാൻ എന്താന്ന് പറയാം, പിടികിട്ടിയില്ല. പക്ഷേ താൻ സമയം കഴിഞ്ഞ് ഓരോ ടൈമിലേക്ക് എത്തി വരുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന് എന്തൊക്കെയോ കാര്യങ്ങൾ വെളിപ്പെട്ട് വരികയാണ്. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങളുടെ മേൽ ഒരു കോളിംഗ് ദൈവം ഇട്ട് കഴിഞ്ഞാൽ ആ കോളിംഗ് ഇടുന്ന സമയത്തൊന്നും മനസ്സിലാകത്തില്ല. പക്ഷെ ചില സമയങ്ങൾ നിങ്ങൾ അതിൽ സഞ്ചരിക്കുമ്പോൾ, അതിൽ നടക്കുമ്പോൾ, അതിൽ മൂവ് ചെയ്യുമ്പോൾ, അതിനെ ഫോളോ ചെയ്യുമ്പോൾ, അതിനെ അനുസരിക്കുമ്പോൾ, അതിനെ വിശ്വസിക്കുമ്പോൾ, അതിനെ കീഴടങ്ങുമ്പോൾ നിങ്ങൾക്ക് അത് കൂടുതൽ റിവീലായി വരും. പക്ഷേ എൻ്റെ കോളിങ്ങിനെ കുറിച്ച് എനിക്ക് കൺഫ്യൂഷനാ. ഒറ്റ കാര്യം, നീ അതിനെ ഫോളോ ചെയ്തിട്ടില്ല. എപ്പോ നീ നിന്റെ കോളിങ്ങിലേക്ക് തിരിയും, അതിനെ വിശ്വസിക്കും, അതിനായി അനുസരിക്കും, അതിനായി കീഴടങ്ങും, അപ്പോൾ മുതൽ നിനക്കതിന് തുറക്കപ്പെട്ടു വരും. അപ്പം നമ്മൾ ഒന്നിൽ തുടർന്നാൽ മാത്രമേ അതിനെക്കുറിച്ചുള്ള ക്ലാരിറ്റി കിട്ടുകയുള്ളൂ. പാസ്റ്റർ, എൻ്റെ കോളിങ്ങിൽ എനിക്ക് കൺഫ്യൂഷനാണെന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഇന്ന് നിങ്ങളുടെ കോളിങ്ങിനെ ഒന്ന് പുതുക്കിയിട്ട് അതിനകത്തേക്കൊന്ന് സഞ്ചരിക്കണം. കോളിങ്ങിനെ എങ്ങനെ മനസ്സിലാക്കാം? എങ്ങനെ അതിനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റും? അതിനകത്ത് സഞ്ചരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ പറയുന്നത്, ഞാൻ ഈ പറഞ്ഞു മറിയയ്ക്ക് ഇതൊന്നും പിടികിട്ടിയില്ല എന്ന് പറഞ്ഞതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ മറിയോട് പറയുക, കർത്താവായ ദൈവം അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം അവന് കൊടുക്കും, അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും, അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞാൽ, ഇനി എന്നെ ശ്രദ്ധിക്കണം, യോസേഫും മറിയയും ദാവീദ് ഗൃഹത്തിലുള്ളവരാണ് എന്ന് പറഞ്ഞാൽ ദാവീദിന്റെ വംശാവലിയിലുള്ളവരാണ്. ആമേൻ. എന്നാൽ ദാവീദ് ആരായിരുന്നു? ഇസ്രായേലിന്റെ 2ാമത്തെ രാജാവ്. എന്നാൽ ദാവീദ് രാജാവായതിനു ശേഷം അടുത്ത 14 തലമുറകളും രാജാക്കന്മാരായിരുന്നു. ആമേൻ പറ, രാജാക്കന്മാരായിരുന്നു. എന്നാൽ 7ാമത്തെ തലമുറയാകുന്ന ഉസിയ രാജാവ് വാണുകൊണ്ടിരിക്കുന്ന സമയത്ത് ആമോസ് എന്ന ഒരു പ്രവാചകൻ എഴുന്നേറ്റു. ആമേൻ പറ. ആമോസ് എന്ന പ്രവാചകൻ, അദ്ദേഹം പ്രവാചകനല്ലായിരുന്നു, പക്ഷേ പ്രവാചക ദൗത്യം തൻ്റെ മേൽ ഏൽപ്പിച്ചു. ആ പ്രവാചക ദൗത്യത്തിൽ നിന്നുകൊണ്ട് ആ മനുഷ്യൻ പ്രവചിക്കുകയാണ്. എന്താ പ്രവചിക്കുന്ന അറിയാമോ? ദാവീദിന്റെ വീണുപോയ കൂടാരത്തെ ഞാൻ അന്നാളിൽ പറ നിവർത്തും, അതിന്റെ പിളർപ്പുകളെ ഞാൻ അടയ്ക്കും. ആമേൻ പറ. ഇതെപ്പോഴാ പറയുന്നേ? ദാവീദ് രാജാവ് അതിനുശേഷമുള്ള അടുത്ത 7 തലമുറകൾ കഴിയുമ്പോഴാണ് ആമോസ് എന്ന പ്രവാചകൻ ഇത് ഒന്ന് പറഞ്ഞേ പ്രവചിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, ശ്രദ്ധിച്ചോണം, ഇതൊന്ന് കേട്ടോണേ. അതായത് ഊസിയ രാജാവ് എന്ന് പറഞ്ഞാൽ ദാവീദിന്റെ വംശാവലിയിലുള്ള, ദാവീദിന്റെ ഗൃഹത്തിലുള്ള ഒരു ജനറേഷനാണ്. അദ്ദേഹം രാജാവായി വാണുകൊണ്ടിരിക്കുക. ആ രാജാവ് വാണുകൊണ്ടിരുന്നതിന് ശേഷം അടുത്ത 7 തലമുറകളും രാജാക്കന്മാരായി തന്നെ തുടർന്നു. പക്ഷെ ആമോസ് എന്താ പ്രവചിച്ചത്? ദാവീദിന്റെ വീണുപോയ കൂടാരത്തെ ഞാൻ അന്നാളിൽ
അതെങ്ങനെ പ്രവചിക്കാൻ പറ്റുന്നത്? അദ്ദേഹം പ്രവചിച്ചത് എന്താ? നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം പറയാം. ഒരു മനുഷ്യനെ നോക്കിയിട്ട് പറയുക, അവൻ നല്ല സെറ്റപ്പിൽ പോയിക്കൊണ്ടിരിക്കും, അവനെ നോക്കിയിട്ട് പറയുകയാണ്, പ്രവചിക്കുകയാണ്, നിന്റെ തകർച്ചകളെ ഞാൻ മാറ്റും. അപ്പം നമ്മൾ എന്ത് പറയും? അതിന് ഞാൻ തകർന്നിട്ടില്ലല്ലോ. കേൾക്കുന്നുണ്ടോ? പിടികിടുന്നുണ്ടോ? ഞാനതിന് ഇപ്പൊ സിസ്റ്ററിന്റെ അടുത്ത് പോയി പ്രവചിക്കുകയാണ്, സിസ്റ്ററെ നിങ്ങളുടെ തകർച്ചകൾ, നിങ്ങൾ ഇങ്ങനെ തകർന്ന മേഖലകളെ ഞാൻ മാറ്റുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തുവാ? നിങ്ങൾ ആ സമയത്തൊന്നും സംഭവിച്ചിട്ടില്ല, നിങ്ങൾ വളരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുക. ആ സമയത്ത് വന്നിട്ട് പറയും നിങ്ങളുടെ തകർച്ചകളെ മാറ്റുമെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് പറയും? ഇത് കള്ളപ്രവചനാന്ന് പറയത്തില്ലേ? ആമോസ് കള്ളപ്രവചനാണോ നടത്തിയേ? അതായത് ദാവീദിന്റെ കൂടാരത്തിലെ ദാവീദിന്റെ ജനറേഷൻ അപ്പോഴും രാജാക്കന്മാരായി വാഴുകയാണ്. രാജകീയ അഭിഷേകത്തിൽ വാണുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒരു ആമോസ് എന്ന പ്രവാചകൻ എഴുന്നേറ്റിട്ട് പറയുകയാണ്, ദാവീദിന്റെ വീണുപോയ കൂടാരം. അയ്യോ, അപ്പൊ പ്രോഫസി എന്ന് പറയുന്നത് വളരെ ശ്രദ്ധിക്കണം. പ്രോഫസി ഒന്ന് പറഞ്ഞ, പ്രോഫസി പ്രോഫസി പറ, പ്രോഫസി പ്രോഫസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മതലങ്ങളിൽ സംഭവിച്ചു കഴിഞ്ഞതിനെ ഭൗമതലത്തിൽ സംഭവിക്കുന്നതിന് മുന്നമേ വെളിപ്പെടുത്തുന്നതാണ് പ്രോഫസി. പിടികിട്ടുന്നുണ്ടോ? ഇടി ആദ്യം എവിടെ വെട്ടുന്നേ? എവിടെ വെട്ടുന്നേ? ഭൂമിയിലാണോ ഉണ്ടാകുന്നത്? ആകാശത്താണോ? അതായത് ഏറ്റവും ആദ്യം എവിടെ സംഭവിക്കും? ഉയരത്തിൽ, ഭൗമതലത്തിൽ എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുന്നമേ ആത്മതലത്തിൽ ആദ്യം ചിലത് സംഭവിക്കും. ആമേൻ. അതിന്റെ അർത്ഥം ആമോസ് എന്ന പ്രവാചകൻ പ്രവചിക്കുകയാണ്, ഏഴാമത്തെ തലമുറ, ആമേൻ, ദാവീദ് ഗൃഹത്തിന്റെ ഏഴാമത്തെ തലമുറ വാണുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ ആമോസ് പ്രവചിക്കുകയാണ്, ദാവീദിന്റെ വീണുപോയ കൂടാരം എന്ന് പറഞ്ഞാൽ ആത്മതലങ്ങളിൽ ഓൾറെഡി എന്ത് സംഭവിച്ചു? ദാവീദിന്റെ കൂടാരം വീണുപോയി. ഒരു പ്രവാചകൻ വന്നിട്ട് പറയും നിന്റെ തകർച്ചകളെ എങ്ങനെ മാറ്റൂ എന്ന് പറയുമ്പോൾ ഉടനെ നമ്മൾ വിചാരിക്കരുത്, കർത്താവേ ഇത് കള്ളപ്രവാചകനാന്ന് പറയരുത്. നിങ്ങൾ ആത്മാവി സെൻസ് ചെയ്യുന്നു, അതും വേറൊരു കാര്യമാണ്. അഭിഷേകം നിങ്ങളെ സകലതും ഉപദേശിക്കും. നിങ്ങളുടെ അകത്ത് അഭിഷേകം ഉണ്ടെങ്കിൽ ഇതൊക്കെ തിരിച്ചറിയാൻ ഞാൻ പറയാം. ഞാൻ നല്ല സെറ്റപ്പായിരുന്ന സമയത്താണ് ഒരു പ്രവാചകൻ എന്നോട് പറഞ്ഞു, മോനെ നിന്റെ കയ്യിൽ 1 രൂപ പോലും എടുക്കാൻ കഴിയാതെ വണ്ണം നിൽക്കുന്ന അവസ്ഥയിൽ നീ വരും. ഞാൻ അന്നേരം ചെയ്തു, ഇതെന്താ ഇങ്ങനെ പ്രവചിക്കുക? കാരണം ഞാൻ ഓൾറെഡി നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുക, നല്ല സാലറിയൊക്കെ വാങ്ങിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ നമ്മളൊക്കെ സംഭവിക്കുമ്പോൾ ഇത് വിശ്വസിക്കുള്ളൂ. അപ്പൊ പ്രോഫസി എന്ന് പറഞ്ഞാൽ ആത്മതലങ്ങളിൽ നടന്നു കഴിഞ്ഞതിനെ ഭൗമതലത്തിൽ റിവീൽ ചെയ്യുന്നതാണ്. ഇനി അങ്ങനെ ഒരു പ്രോഫസി കേൾക്കുമ്പോൾ എൻ്റെ ലൈഫിനകത്ത് ഇപ്പോൾ ഒരു കുഴപ്പമില്ല പാസ്റ്ററെ, എൻ്റെ ജീവിതത്തിൽ ഒരു കുഴപ്പമില്ല, എൻ്റെ ജീവിതത്തിൽ ഒരു പ്രശ്നവും ഇല്ല എന്ന് നിങ്ങൾ പറയരുത്. കാരണം പ്രവാചകൻ ആത്മതലങ്ങളിൽ ചിലത് കണ്ടിട്ടാണ് ഇവിടെ പറയുന്നേ. ആമേൻ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ മനുഷ്യൻ ഇത് പ്രവചിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചോണം, അടുത്ത 7 തലമുറകളും ഈ രാജകീയ അഭിഷേകത്തിൽ രാജാക്കന്മാരായി വാണു. പക്ഷെ ദാവീദ് തുടങ്ങി അടുത്ത 14 തലമുറ കഴിഞ്ഞു. 14ാമത്തെ തലമുറ കഴിയുമ്പോഴത്തേക്കും ഷെയൽതീൽ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ എഴുന്നേൽക്കുക. ആ മനുഷ്യൻ മുതൽ പിന്നീട് അങ്ങോട്ട് 14 തലമുറകൾ, യോസേഫ് വരെയുള്ളവർ എന്താണെന്നറിയാമോ? വീണുപോയി. ആമേൻ പറ, വീണുപോയി, വീണുപോയി, വീണുപോയി. എവിടെ വരെ വീണുപോയി? യോസേഫ് ആരായിരുന്നു? ഒരു കാർപ്പൻ്റർ ആയിരുന്നു. പറഞ്ഞ കാർപ്പൻ്റർ. യോസേഫ് ഏത് ഗൃഹത്തിലുള്ള? രാജാവിൻ്റെ കുടുംബത്തിലുള്ളതാ. ആമേൻ. 14 തലമുറ വരെ അഭിഷേകം ചലിച്ചു. 7ാമത്തെ തലമുറയായപ്പോൾ ആമോസ് പ്രവചിച്ചു, ഓൾറെഡി ഈ അഭിഷേകത്തിൽ നിന്ന് ദാവീദിന്റെ കൂടാരം വീണുപോയി. ആമേൻ പറ. പക്ഷെ 7 തലമുറകൾ വീണ്ടും കഴിഞ്ഞ് 14 തലമുറകളായപ്പോഴാണ് ഈ വീഴ്ച ഫിസിക്കൽ തലത്തിൽ സംഭവിച്ചത്. അപ്പൊ നിങ്ങൾ തിരിച്ചറിയണം, പൈശാചിക മണ്ഡലം നിങ്ങളുടെ ഭൗമതലങ്ങളിലല്ല ആദ്യം അറ്റാക്ക് നടത്തുന്നത്. ആമേൻ പറ. പൈശാചിക മേഖല ആദ്യം അറ്റാക്ക് നടത്തുന്നത് നിങ്ങളുടെ ആത്മതലങ്ങളിലാണ്.
അപ്പൊ നമ്മൾ എവിടെ ജാഗ്രതയുള്ളവരാകണം? സ്പിരിച്വൽ തലത്തിൽ എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു മനുഷ്യന് കാണാൻ കഴിയാത്തതും എന്നാൽ ആത്മാവിൽ ജനിക്കപ്പെട്ട ആത്മ മനുഷ്യന് കാണാനും കേൾക്കാനും കഴിയുന്ന ആത്മതലങ്ങളിൽ ജാഗ്രതയുള്ളവനാകണം. 14 തലമുറ കഴിഞ്ഞ് അടുത്ത 14 തലമുറകൾ നിങ്ങൾ വായിച്ചാൽ, നിങ്ങൾ ഹിസ്റ്ററി പരിശോധിച്ചാൽ കാണാൻ കഴിയുന്നു, ഒരൊറ്റ രാജാക്കന്മാർ എഴുന്നേറ്റിട്ടില്ല. അതിനകത്ത് എഴുന്നേറ്റ 3 പേര്, ഒന്ന് ഒരു പ്രവിശ്യയുടെ ഗവർണറായിട്ട് ഒരാൾ എഴുന്നേറ്റു. ആമേൻ. 2 പേര് 2 പുരോഹിതന്മാരായിട്ട് എഴുന്നേറ്റു. ബാക്കിയുള്ളവരെല്ലാം സാധാരണക്കാരായി മാറി. ആമേൻ പറഞ്ഞാട്ടെ, ആമേൻ പറഞ്ഞാട്ടെ. സാധാരണക്കാരായി പോയി. എവിടെ അഭിഷേകം തകരപ്പെട്ടത്? 7 തലമുറയ്ക്ക് മുമ്പിൽ. ആമേൻ. എന്തുകൊണ്ട് ദാവീദിന്റെ കൂടാരം വീണുപോയത്? പാപം നിമിത്തമുള്ള ശാപം. കമോൺ. നിന്റെ ഇന്നത്തെ വീഴ്ചകളൊന്നും ഇപ്പോഴത്തെ എഫക്റ്റ് ഒന്നും അല്ല കേട്ടോ. ആമേൻ പറ. ഇപ്പൊ പാസ്റ്ററെ എൻ്റെ തകർച്ച ഇപ്പോഴൊന്ന് പ്രാർത്ഥിക്കണം, ഇപ്പോഴത്തെ എൻ്റെ തകർച്ചയുടെ ഒരു വിടുതൽ നടക്കണമെന്ന് പറയുന്നത് ശരിക്കും നിന്റെ തകർച്ച ഇപ്പോഴല്ല സംഭവിച്ച, ജനറേഷന് മുമ്പേ ആ തകർച്ചകൾ സംഭവിച്ചിരിക്കുന്നു. കമോൺ. എന്തുകൊണ്ട് എൻ്റെ ലൈഫിനകത്ത് ഇങ്ങനെ തകർന്നു പോയത്? നമ്മൾ വിചാരിക്കും ഇപ്പോഴത്തെ എന്തോ ഒരു സാഹചര്യം കൊണ്ട്, ഇപ്പോഴത്തെ എന്തോ അറ്റാക്ക് അല്ലെന്നേ. ആത്മതലങ്ങളിൽ ഇത് ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞതാ. ആമേൻ പറ. ഇത് നമ്മൾ അതിനെ ഡീൽ ചെയ്യാൻ പോവാ. ജീസസ്. ദൈവം തന്റെ ദൂതനെ അയച്ചിട്ട് പറയുക, ദാവീദ് ഗൃഹത്തിൽ ദാവീദിന്റെ സിംഹാസനം നിന്റെ ഉള്ളിൽ നിന്ന് വരുന്നവന് ഞാൻ കൊടുക്കും എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ 7 തലമുറകളിൽ വെച്ച് പ്രവചിച്ചത് 7ാം തലമുറ, അടുത്ത 7 തലമുറ കഴിഞ്ഞപ്പോൾ അത് ഫിസിക്കൽ തലത്തിൽ സംഭവിച്ചു. എന്നാൽ ആ സംഭവം മുതൽ അടുത്ത 14 തലമുറകൾ ശാപത്തിനകത്ത് പോയപ്പോൾ യോസേഫിൽ കൂടെയും മറിയയിൽ കൂടെയും ആ ശാപത്തെ സ്വർഗം നീക്കം ചെയ്യുകയാണ്. കാരണം വീണ്ടും പറയുക, നിന്നിൽ നിന്ന് അടുത്തൊരു ജനറേഷൻ പുറത്തു വരും, അത് ദാവീദിന്റെ സിംഹാസനത്തെ വീണ്ടും പിടിക്കും. മറിയേ, നിന്റെ ഉള്ളിൽ നിന്ന് അടുത്തൊരു ജനറേഷൻ പുറത്തു വരും. ആ ജനറേഷൻ ഒരു രാജാവാണ്. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകില്ല. അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവാകും. കാരണം അവന്റെ രാജ്യം എന്തല്ല? പറ. ആത്മലോകത്തിൽ സംഭവിച്ച ഒരു വീഴ്ച. ആത്മലോകത്തിൽ ദാവീദിന്റെ കൂടാരം അല്ലെങ്കിൽ കിങ്ഷിപ്പ് വീണുപോയി. എന്നാൽ എല്ലാവരും കിങ്ഷിപ്പ് പ്രാപിച്ചെടുത്തത് ഭൗമതലത്തിലാ. പിടികിട്ടുന്നുണ്ടോ? ഭൗമതലത്തിലാ. പക്ഷേ നിന്റെ ഉള്ളിൽ നിന്ന് പുറത്തു വരുന്ന തലമുറ ഭൗമതലത്തിലുള്ള കിൻഷിപ്പ് പിടിക്കാനല്ല വരുന്നത്. ആത്മതലത്തിൽ വീണുപോയ വീണുപോയ അഭിഷേകത്തെ പിടിക്കാൻ, വീണുപോയ അധികാരത്തെ പിടിക്കാൻ, വീണുപോയ കിൻഷിപ്പിനെ ആത്മതലങ്ങളിൽ നിന്ന് പിടിച്ചെടുക്കുന്ന ശബലം തലവൈട ബലം ധരധേര ബലം ധരധേരെ. ഓ ശബലം തലവൈട ബലം ധരദൂര ബലം ധരധേര ബലം ധരധേരെ. ഒരു നിമിഷം എഴുന്നേറ്റ് നിന്ന് ഉടബലബല ജലബല ധിരിബിരി 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 ധലബല ഉടബലം തലവൈട ബലം ധരെ. ഓ, ആ രാജാവ് രാജ്യത്തെ വീണ്ടെടുത്താൽ, മറിയെ നിനക്കറിയാവുന്നത് അവന്റെ ജനനത്തിനകത്ത്, നിന്റെ ഗൃഹത്തിനകത്ത് ഒരു രാജാവ് എഴുന്നേൽക്കുമെന്നാണെങ്കിൽ നിനക്കറിയാത്തൊരു കാര്യമുണ്ട്. അവന്റെ മരണത്തിൽ ആദാമിൽ കൂടെ വന്ന വീഴ്ചയെ, ആദാമിൽ കൂടെ വന്ന സകല മനുഷ്യരുടെ വീഴ്ചയെ ഇന്ന് പകലിൽ ആത്മാവ് ജനറേഷൻ കഴ്സുകൾ പൊട്ടിക്കുകയാണ്. തലമുറകളായി വന്ന ചില ശാപങ്ങളെ അവന്റെ ജനനം
നിന്റെ ഗൃഹത്തിനകത്തൊരു രാജാവിനെ എഴുന്നേൽപ്പിക്കുകയാണെങ്കിൽ അവൻ്റെ മരണത്തിനകത്ത് വീണുപോയ സകല ജനത്തിനെയും രാജാക്കന്മാരായി എഴുന്നേൽപ്പിക്കും. രാജാക്കന്മാരായും പുരോഹിതന്മാരായും. കമാൺ കമാൺ കമാൺ. റിബാ ശഖലബർ. യെസ് യെസ്. യെസ്. ഓഹോ രാജാ. കരങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് യേശുവിൽ, യേശുവിൽ. കാരണം അവന്റെ മരണത്തിൽ കൂടെ നമ്മെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങിയിട്ട് അവനെ തന്റെ രാജ്യവും രാജാക്കന്മാരും പുരോഹിതന്മാരുമാക്കി വെച്ചു. അവർ ഭൂമിയിൽ വാഴുന്നു. യേശുവിൽ ഞങ്ങൾ വാഴും. യേശുവിൽ പറ, ഉറക്കെ പാടി. യേശുവിൽ ഞങ്ങൾ വാഴും. യേശുവിൽ, യേശുവിൽ. ഓ, ഒരുവളുടെ ഉദരത്തിൽ ക്രിസ്തു ജനിക്കപ്പെട്ടപ്പോൾ അവളിൽ നിന്ന് അവരുടെ ഗൃഹത്തിൽ വന്ന വീഴ്ച, ദാവീദിന്റെ വീണുപോയ കൂടാരത്തെ ദൈവം നിവർത്തി. എന്നാൽ അവന്റെ മരണത്താൽ സകല ജാതികളിലേക്കും ആ രക്ഷ വന്നപ്പോൾ ആ ജാതികളെ, അല്ലെങ്കിൽ ആ രക്ഷയെ സ്വീകരിച്ച സകല ജാതികളുടെ മേൽ വീണ്ടും ക്രിസ്തു ജനിക്കപ്പെട്ടു. ആ ക്രിസ്തു ജനിക്കപ്പെട്ടപ്പോൾ ആരുടെ മേലാണോ ക്രിസ്തു ജനിച്ചത് അവൻ ഒരു രാജാവായി മാറുകയാണ്. You are a king. You are a kingdom. You are a king. You are the kingdom. Oh Risha Prakatosa Lahidas Mania Thalaba. ഇത് ഐഹികമായ വാഴ്ചയല്ല. ഇത് ആത്മലോകത്തിലുള്ള കിങ് ആണ് നീ. സ്പിരിച്വൽ കിങ് ആണ് നീ. നീ ഭൂമിയിൽ എന്തെങ്കിലും അഴിച്ചാൽ അത് സ്വർഗം അഴിക്കും. ഭൂമിയിൽ എന്തെങ്കിലും കെട്ടിയാൽ അത് സ്വർഗം കെട്ടും. ദാരിദ്ര്യം നിന്നെ വാഴത്തില്ല. ശാപങ്ങൾ നിന്നെ വാഴത്തില്ല. തകർച്ചകൾ നിന്നെ വാഴത്തില്ല. പാപം നിന്നെ വാഴത്തില്ല. മരണം നിന്നെ വാഴത്തില്ല. കുടുംബ തകർച്ചകൾ നിന്നെ വാഴത്തില്ല. പിശാച് നിന്നെ വാഴത്തില്ല. ഈവിൾ റെലംസ് നിന്നെ വാഴത്തില്ല. യേശുവിന്റെ നാമത്തിൽ അന്യായമായുള്ള എല്ലാ വാഴ്ചകളെയും അധികാരങ്ങളെയും കർത്തൃത്വങ്ങളെയും അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ അതിനെ ബ്രേക്ക് ചെയ്യുകയാണ്. Love you Jesus. ഞാൻ യോഗ്യനല്ല യേശുവേ, നിൻ സ്നേഹം പ്രാപിപ്പാൻ. ഞാൻ യോഗ്യനല്ല യേശുവേ, നിൻ സ്നേഹം പ്രാപിപ്പാൻ. എങ്കിലും നീ എങ്കിലും നീ സ്നേഹിച്ചു. എങ്കിലും നീ മാനിച്ചു. എങ്കിലും നീ സ്നേഹിച്ചു. എങ്കിലും നീ എത്ര സ്നേഹമേ. ഓ എത്ര നല്ല. ഓ ലമസിയാതരേ. മറിയ എന്ന ഒരു സാധാരണക്കാരി, മറിയ എന്ന ഒരു യൗവനക്കാരി
താൻ കേട്ട ദൈവശബ്ദത്തിനെ വിശ്വസിക്കാനും അനുസരിക്കാനും കീഴ്പ്പെടാനും തയ്യാറായപ്പോൾ തനിക്കറിയത്തില്ല താൻ വഹിക്കുന്ന തലമുറ ദാവീദിന്റെ സിംഹാസനത്തെ കൈവശമാക്കാൻ മാത്രം ഉള്ളവനാണെന്ന് അവൾക്കറിയത്തില്ലായിരുന്നു. അവൾ അറിഞ്ഞില്ല ഇത് ലോക രക്ഷിതാവാണെന്ന്. ഇത് ആദാമിന്റെ പാപം നിമിത്തം വീണുപോയ സകല മനുഷ്യരെയും തിരികെ രാജാവും പുരോഹിതന്മാരുമാക്കി ആമേൻ ഭൂമിയിൽ വാഴാൻ വേണ്ടി അവരെ അപ്പോയിന്റ് ചെയ്യാൻ ഇറങ്ങി വന്നവനാണെന്ന് അവൾക്കറിയത്തില്ല. ഒറ്റയൊരു തീരുമാനം, ഒറ്റയൊരു വിശ്വാസം, ഒറ്റയൊരു അനുസരണം, ഒറ്റയൊരു കീഴ്പ്പെടൽ. ഇന്ന് നിന്റെ മേലുള്ള കോളിങ്ങിലെ നീ ഒന്ന് വിശ്വസിക്കുക. നിന്റെ മേലുള്ള കോളിങ്ങിനെ അനുസരിക്കുമ്പോൾ, നിന്റെ കോളിങ്ങിൽ നീ ഒന്ന് കീഴടങ്ങുമ്പോൾ, നിനക്കറിയത്തില്ല ഇപ്പോൾ എന്താ അതെന്ന് അറിയത്തില്ല, പക്ഷെ നീ അറിയാത്ത എന്തോ വലുത് ഇതാരാ ഒന്ന് സമർപ്പിക്കുന്നേ? കർത്താവേ, ഞാൻ എന്റെ കോളിങ്ങിലേക്ക് മടങ്ങി വരികയാണ്. യെസ്, താങ്ക് യു ഫാദർ. ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധി വരുന്നു. അങ്ങയുടെ വലിയ മഹത്വത്തിനായി സ്തോത്രം, അങ്ങയുടെ വലിയ കൃപകൾക്കായി സ്തോത്രം. കർത്താവേ, ഇതിൻ്റെ അടുത്ത തലങ്ങളെ പരിശുദ്ധാത്മാവ് അടുത്ത ആഴ്ചയിൽ തുറക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ദൈവസന്നിധി താഴ്ന്നു. കർത്താവേ, താഴ്ചയുള്ള താഴ്മ ധരിച്ച കന്യകയായ മറിയത്തെ പ്രഭുക്കന്മാരെ താഴ്ത്തിയിട്ട് താണ മറിയെ ഉയർത്തിയതുപോലെ ഇന്നാരാണോ തന്നെത്താൻ താഴ്ത്തുന്നത് അവരെല്ലാം ഉയർത്തപ്പെടും. തന്നെത്താൻ ഉയർത്തുന്നവരെല്ലാം താഴ്ത്തപ്പെടും. തന്നെത്താൻ താഴ്ത്തുന്നവരെല്ലാം ഉയർത്തപ്പെടും. ഇന്നു പകലിൽ നാം നമ്മെ തന്നെ ഒന്ന് താഴ്ത്തി കൊടുക്കുക. നമ്മുടെ സ്പിരിച്വൽ പ്രൈഡുകളെ പൊളിച്ചുകളാ. നമ്മുടെ പ്രൈഡുകൾ പൊളിച്ചുകളാ. നിഗളിക്കാൻ എനിക്കൊന്നുമില്ല. കാരണം നിഗളികളോട് ദൈവം എതിർക്കുന്നു. താഴ്മയുള്ളവർക്കോ അവൻ അധികം കൃപ നൽകുന്നു. എന്തുകൊണ്ടാ ഹൈലി ഫേവർ വീണത്? അവൾ താഴ്മ ധരിച്ചു. ഇന്നു പകലിൽ ഒന്ന് താഴ്മ ധരിക്കാമോ? ദൈവത്തിന്റെ സന്നിധിയിലും ദൈവമാക്കി വെച്ചിരിക്കുന്നതിനോടും ഒന്ന് താഴാൻ തയ്യാറാണോ? ഒന്ന് കീഴ്പ്പെടാൻ തയ്യാറാണോ? പൗലോസ് കൊരിന്ത്യ സഭയെ നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾ ഞങ്ങളെ കൂടാതെ വാഴുന്നവരായി. നിങ്ങൾക്ക് റെവലേഷൻ ഉണ്ട്, മെസ്സേജുകളുണ്ട്, നിങ്ങൾക്കെല്ലാം ഉണ്ട്. പക്ഷെ നിങ്ങൾ കീഴ്പ്പെടാൻ തയ്യാറാകാത്തത് കൊണ്ട് മാത്രം അവരോട് പറഞ്ഞു, ദൈവരാജ്യം വചനം കൊണ്ട് ഒതുങ്ങുന്നതല്ല, അത് ശക്തിയിൽ വെളിപ്പെടേണ്ടതാണ്. അത് വെളിപ്പെടണമെങ്കിൽ നീ കീഴടങ്ങണം. സ്പിരിച്വൽ അതോറിറ്റിയെ കീഴടങ്ങുക. സഭയുടെ മുമ്പാകെ കീഴടങ്ങുക. ദൈവത്തിന്റെ മുമ്പിൽ കീഴടങ്ങുക. ദൈവം ആക്കി വെച്ചിരിക്കുന്ന, നിങ്ങളുടെ മുകളിൽ ആക്കി വെച്ചിരിക്കുന്ന അഭിഷക്തന്മാരുടെ മുമ്പിൽ കീഴടങ്ങുക. ദൈവസന്നിധി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവേ, അങ്ങയുടെ പുത്രന്റെ നാമത്തിൽ, ഞങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് കടന്നു വന്ന ജനത്തെ അനുഗ്രഹിക്കുന്നു. ഈ റവലേഷൻ, ഈ വചനത്തിന്റെ ശക്തി കർത്താവെ, ഞങ്ങൾ കടന്നു പോകുന്ന ഇടത്ത്, ഞങ്ങളുടെ ഭവനങ്ങളിലും, ഞങ്ങളുടെ തലമുറകളിലും, ഞങ്ങളുടെ കുടുംബങ്ങളിലും, ഞങ്ങളുടെ മാതാപിതാക്കളിലും, സഹോദരങ്ങളിലും, ഞങ്ങളുടെ ദേശങ്ങളിലും, രാജ്യത്തും അത് പടരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. നസ്രയനായ യേശു ക്രിസ്തുവിൻ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. കരങ്ങളെ തട്ടി ദൈവത്തിന് നല്ലൊരു ആരാധന കൊടുത്താട്ടെ. ആമേൻ. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ.